നമസ്കാരം, ഗുഡ് മോർണിംഗ്. വളരെ സജീവമായൊരു വാർത്താ പ്രഭാതമാണിന്ന്. രാവിലെ ഇപ്പോൾ ഡോൾബി തിയേറ്ററിൽ 98ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധമാണ് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ പതിവിനേക്കാൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. താരങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ പോസ്റ്റിട്ട് പ്രതികരിക്കുന്ന ഒരു രീതി അവർക്കില്ല. ഇത്തരം ഇവൻറ്റുകളിൽ പ്രതികരിക്കുക എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി. എല്ലാ ഓസ്കറിലും നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. എന്തായാലും നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പാണ്. പ്രചരണവുമായി ഒരുപടി മുന്നിലെത്തിയിരിക്കുകയാണ് ഇടതുമുന്നണി. ഹാട്രിക്കിലൂടെ തുടർഭരണം അവർ ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താനുള്ള പരിശ്രമത്തിലാണ് UDF. ശക്തി അറിയിക്കാൻ NDAയും രംഗത്തുണ്ട്. എന്തായാലും ഇന്ന് ആരൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. വാർത്തകളിലേക്ക് എത്താം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കി വരാം. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ സംസ്ഥാനം. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചതിലൂടെ പ്രചരണത്തിൽ മേൽക്കൈ നേടാൻ ഇടതുമുന്നണി. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടായേക്കും. A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJPയിലും തിരക്കിട്ട നീക്കം. നേതാക്കൾ ഡൽഹിയിലേക്ക്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ഇന്ന്. UDF സീറ്റ് വിഭജനത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലും വെല്ലുവിളികളേറെ. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി. ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചയിൽ തീരുമാനമായില്ല. K. സുധാകരനുമായുള്ള ഹൈക്കമാൻഡ് നേതാക്കളുടെ കൂടിക്കാഴ്ച നാളെ. പാലായിൽ ആരു മത്സരിക്കുമെന്ന ആകാംക്ഷ. തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി രാജു മത്സരിക്കുമോ എന്നതിലും തീരുമാനമുടൻ. 98ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. എമി മാഡിഗൺ മികച്ച സഹനടി, മികച്ച സഹനടൻ ഷോൺ പെൻ, മികച്ച അനിമേറ്റഡ് ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം ദ ഗേൾ ഹൂ ക്രൈഡ് പേൾസിന്, മികച്ച അനിമേറ്റഡ് ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരം K-pop ഡെമൺ ഹണ്ടേഴ്സ് സ്വന്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി A. പത്മകുമാറിനെതിരായ സംഘടനാ നടപടിയിലെ തീരുമാനം ഇന്ന്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. നടപടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന ഇറാൻ. ദുബായിൽ ഡ്രോൺ ആക്രമണം. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി UAEയിൽ നിർണായക ചർച്ചകൾ തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് സഹായം ആവശ്യപ്പെട്ട ട്രംപ്. ഹോർമൂസ് കടന്ന 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു V. സാംസണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്നേഹാദരം. തിരുവനന്തപുരം മംഗലപുരത്ത് പുതുതായി നിർമ്മിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഇന്ന്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം. ഇന്നേക്ക് 25ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിലെത്തും. പ്രചരണത്തിന് ഇനി 3 ആഴ്ച മാത്രമാണുള്ളത്. എത്രയും വേഗം കളം നിറയാനുള്ള തത്രപ്പാടിലാണ് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം. തെക്കൻ കേരളത്തിൽ നിന്ന് അൻഫിൽ ഡിസൂസയും, മധ്യ കേരളത്തിൽ നിന്ന് കിരൺ കുമാറും, വടക്കൻ കേരളത്തിൽ നിന്ന് MM രാഗേഷും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് രാഗേഷിലേക്ക് തന്നെ പോകാം. കാരണം എല്ലാവരും ഉറ്റുനോക്കുന്നത് വടക്കൻ കേരളമാണല്ലോ. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ മത്സരിക്കുന്നത് അവിടെ നിന്നാണല്ലോ. നമുക്ക് എന്തായാലും രാഗേഷിൽ നിന്ന് തന്നെ തുടങ്ങാം. രാഗേഷ്, നമ്മൾ കണ്ടു ഇടതുമുന്നണി ഒരു പടി മുന്നിലാണ്. അവർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ കൊഴുപ്പിക്കുന്നത് കണ്ടു. ഇന്നും ഇപ്പോൾ ആ ഒരു പ്രചരണ ചൂടിൽ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും. മറുവശത്ത് NDAയും കോൺഗ്രസും ഒക്കെ UDFും ഒക്കെ അവരോട് ഒപ്പം പിടിക്കാനായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളൊരു തത്രപ്പാടിലുമാണ്. എന്താണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വടക്കൻ കേരളത്തിൽ ഒരു പടി മുന്നിൽ തന്നെയാണ്. നേരത്തെ തന്നെ ഇടതുപക്ഷം പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങളെല്ലാം തന്നെ കൃത്യമായി തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് മുൻകൂട്ടി നടത്തുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന അതേ വേളയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. 86 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ടത് AN ഷംസീറിന്റെ കാര്യമാണ്. AN ഷംസീറിന് പകരം കാരായി രാജനാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. തലശ്ശേരിയിലാണ് കാരായി രാജൻ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊഴികെ നേരത്തെ തന്നെ മത്സരിച്ചിട്ടുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും അതേപോലെ തന്നെ മുന്നോട്ട് അവതരിപ്പിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വിജയിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് KR ജയാനന്ദ, ഉദുമ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ ഡോക്ടർ VPP മുസ്തഫ, പയ്യന്നൂർ TA മധുസൂദനൻ, തളിപ്പറമ്പിൽ PK ശ്യാമള, അഴീക്കോട് KV സുമേഷ്, കല്യാശ്ശേരി M വിജിൻ, ധർമ്മടത്ത് പിണറായി വിജയൻ, മട്ടന്നൂർ VK സനോജ്, പേരാവൂർ KK
കെ ശൈലജ, തലശ്ശേരി കാരായി രാജൻ നമ്മൾ നേരത്തെ പറഞ്ഞു, മാനന്തവാടി OR കേളു, സുൽത്താൻ ബത്തേരി MS വിശ്വനാഥൻ, കുറ്റ്യാടിയിൽ KP കുഞ്ഞമുതുകുട്ടി, പേരാമ്പ്ര TP രാമകൃഷ്ണൻ, ബാലുശ്ശേരി അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് തുടങ്ങി നേരത്തെ മത്സര രംഗത്തുണ്ടായിരുന്ന കൊയിലാണ്ടിയിൽ കഴിഞ്ഞ തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നിരുന്ന K ദാസനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കോഴിക്കോട് നോർത്തിലേക്ക് വന്നാൽ തോട്ടത്തിൽ രവീന്ദ്രൻ, ഒപ്പം തന്നെ ബേപ്പൂർ PA മുഹമ്മദ് റിയാസ്, തിരുവമ്പാടി ലിൻഡോ ജോസഫ്, പൊന്നാനി അഡ്വക്കേറ്റ് MK സക്കീർ എന്നിവരാണ് മത്സരിക്കുന്നത്. വണ്ടൂർ ഡോക്ടർ KK ദാമോദരൻ, പെരിന്തൽമണ്ണ VP മുഹമ്മദ് ഹനീഫ, മങ്കട MP അലവി എന്നിവരാണ്. ഇതുകൂടാതെ കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുന്നമംഗലത്ത് PT റഹീം, അദ്ദേഹം നേരത്തെ തന്നെ 2 ഘട്ടങ്ങളിൽ വളരെ വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള MLA കൂടെയാണ്. താനൂർ V അബ്ദുറഹ്മാൻ, വേങ്ങര മുഹമ്മദ് സബാഹ്, നിലമ്പൂർ U ഷറഫ് അലി, തവനൂർ KT ജലീൽ എന്നിവരാണ് സ്വതന്ത്രരായി മത്സരിക്കുന്നത്. അതായത് മലബാറിൽ നേരത്തെ തന്നെ ജനകീയമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ആളുകളെ തന്നെയാണ് സ്ഥാനാർത്ഥികളായി വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ചില സ്വതന്ത്രരെ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയ ചില സീറ്റുകളിലെ സ്ഥാനാർത്ഥി അതൊക്കെ തന്നെ നേരത്തെ ധാരണയായിട്ടുള്ളതാണ്. അതത് ഘടകകക്ഷികൾ പ്രഖ്യാപിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് CPM. ഏതായാലും ആദ്യ റോഡ് ഷോയിൽ തന്നെ വടക്കൻ കേരളത്തിൽ കളം പിടിക്കുന്നതിന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് തിരിച്ചുള്ള ചെക്ക് എങ്ങനെയായിരിക്കും UDF വെക്കുക അല്ലെങ്കിൽ NDA മുന്നണികൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ചില സീറ്റുകളിലെ, അതായത് നേരത്തെ തന്നെ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്ന ചില സീറ്റുകളിൽ ആരായിരിക്കണം എതിർ സ്ഥാനാർത്ഥികൾ എന്നുള്ളതിനെ സംബന്ധിച്ച ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകൾ പ്രകാരമായിരിക്കാം UDF ഇന്ന് ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് വരും. അല്ലെങ്കിൽ ഇനി ദിവസങ്ങൾ മുന്നിലില്ല എന്നുള്ളതും ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ്. ശരി രാഗേഷ്, എന്തായാലും രാഗേഷ് വടക്കൻ കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് നൽകിയതിന് നമ്മൾ മധ്യ കേരളത്തിലെ കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കിരണിലേക്ക് പോവുകയാണ്. കിരൺ, നമുക്ക് മധ്യ കേരളം എന്ന് പറയുമ്പോൾ പ്രധാനമായും പാലായൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയം ഇനിയും പലയിടത്തും പൂർത്തിയായിട്ടില്ല. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ LDF അങ്ങനെ സജീവമായിട്ട് അങ്ങനെ രംഗത്തിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. BJPയും കളത്തിലിറങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ്. മൊത്തത്തിൽ മധ്യ കേരളത്തിലൊരു വിവരം എങ്ങനെയാണ്, എന്താണ് ചിത്രം? ശ്രീജ, മധ്യ കേരളത്തിലെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പാല അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചയാകുന്നത്. നേരത്തെ LDF അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ, അതായത് CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണി വിഭാഗം ചെറിയ രീതിയിലുള്ള എതിർപ്പുകളെല്ലാം തന്നെ പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെട്ടിരുന്നത് 13 സീറ്റുകളായിരുന്നു. അതിൽ നേരത്തെ തന്നെ ഈ പേരാമ്പ്രയും കുറ്റ്യാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ോടുകൂടി തന്നെ ഈ 13 സീറ്റ് എന്നുള്ളൊരു ആവശ്യം, അത് കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ആവശ്യം ഇത്തവണയും നിറവേറ്റാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പ്രതിഷേധം തന്നെയാണ് ജോസ് കെ മാണി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ പേരാമ്പ്ര സീറ്റിൽ കഴിഞ്ഞ തവണയും വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ജോസ് കെ മാണി വിഭാഗം ഈ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ചില പ്രതിഷേധങ്ങൾ അവിടെ CPMന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് അവിടെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പകരം ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ആ സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത്തവണയും സീറ്റില്ല എന്നുള്ളൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വെച്ച 13 സീറ്റ് എന്ന കാര്യം ഇത്തവണയും ഉറപ്പാവില്ല എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഏതായാലും മറ്റ് സീറ്റുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പാലാ സീറ്റിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. ആ കാര്യം നേരത്തെ തന്നെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. ഏതായാലും പാലാ സീറ്റിൽ ജോസ് കെ മാണിക്ക് തന്നെ മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ജോസ് കെ മാണിയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ 13 സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പാലാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ജോസ് കെ മാണിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് ഇതാണെങ്കിൽ ഇനി ആലപ്പുഴയാണ് CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് മറ്റൊരു തലവേദനയായി നിൽക്കുന്നത്. അത് G സുധാകരൻ ഉന്നയിച്ചിട്ടുള്ള വെല്ലുവിളികൾ തന്നെയാണ്. G സുധാകരൻ ഏതായാലും അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ടുള്ള തീരുമാനത്തിൽ പോകുന്നു. G സുധാകരൻ മത്സരിച്ചു കഴിഞ്ഞാൽ ഏതായാലും കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇനിയും വ്യക്തത ലഭിക്കേണ്ടത്. അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കൂടുതൽ സജീവമായി രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ഏതായാലും G സുധാകരനെതിരായിട്ട് CPM കടുത്ത നടപടികളുമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സുധാകരനെതിരെ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ പറവൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നത്. അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ ജി സുധാകരനെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇങ്ങനെ CPM-ഉം ജി സുധാകരനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഏതായാലും കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിക്ക് ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു കാര്യം കണ്ടറിയണം. ആലപ്പുഴയിൽ നിന്ന് ഇനി എറണാകുളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതായാലും എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ കളമശ്ശേരിയും ഒപ്പം തന്നെ കൊച്ചിയിലും വൈപ്പിനിലും അടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണ്. സിറ്റിംഗ് സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. കൂടാതെ തന്നെ പറവൂരിൽ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ നേരത്തെ തന്നെ LDF അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പ്രചരണ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ ഇന്നലെയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് ഉണ്ടായതെങ്കിൽ പോലും മിനിഞ്ഞാന്ന് മുതൽ തന്നെ അവിടെ LDF-ന് വേണ്ടി പറവൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ET ടൈസൺ പ്രചരണ പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. അദ്ദേഹം നിലവിൽ ഇപ്പോൾ കയ്പമംഗലം MLA ആണ്. അവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് പറവൂരിലേക്ക് മത്സരിക്കാനായിട്ട് എത്തിയത്. വലിയ രീതിയിൽ തന്നെ LDF പ്രവർത്തകർ സ്വീകരണമൊക്കെ നൽകിക്കൊണ്ട് ET ടൈസൺ മാസ്റ്ററുമായിട്ട് മണ്ഡലത്തിൽ പര്യടനമൊക്കെ നടത്തിയതാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഇത്തവണ ചരിത്രം രചിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF പങ്കുവെക്കുന്നത്. ഏതായാലും വലിയൊരു മത്സരം പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. കാര്യം അത്തരത്തിൽ വലിയൊരു ജനപിന്തുണയുള്ള ഒരു നേതാവിനെ തന്നെയാണ് ഏതായാലും LDF അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയ ചർച്ച തന്നെയാണ് ഏതായാലും എറണാകുളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറവൂരാണ് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത്. കൂടാതെ കുന്നത്തുനാടാണ് മറ്റൊരു മണ്ഡലം. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. അവിടെ PV ശ്രീനിജനാണ്, അതായത് LDF-ന്റെ PV ശ്രീനിജനാണ് നിലവിലെ MLA എങ്കിൽ പോലും PV ശ്രീനിജന്റെ എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി ഏതായാലും ഇത്തവണ നേരത്തെ തന്നെ 2020-യുടെ സ്ഥാനാർത്ഥി, അതായത് 2020 NDA-യുടെ ഭാഗമായി ചേർന്നിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു. കഴിഞ്ഞ ദിവസം NDA അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ നടന്നത്. ബാബു ദിവാകരൻ കോൺഗ്രസ് നേതാവ്. ശരി കിരൺ, എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ ശ്രദ്ധയാകർഷിക്കുകയാണ്. ആരൊക്കെ മത്സരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ മത്സരം എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. എന്തായാലും കോൺഗ്രസിൽ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. തർക്കമില്ലാത്ത മണ്ഡലങ്ങളിലെങ്കിലും ഇന്ന് പ്രഖ്യാപനം നടത്താൻ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത്. കെ സുധാകരൻ നാളെ ഡൽഹിക്ക് പോകും. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായി. ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചയിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഒന്നാം ഘട്ടത്തിൽ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJP-യിലും തിരക്കിട്ട നീക്കം നടക്കുകയാണ്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, വെരി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം 10 വർഷത്തിന് ഇപ്പുറം ഭരണം നേടണം, അത് അവരെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു തത്രപ്പാടിലാണ് നേതാക്കളൊക്കെ. പക്ഷേ ആ മിഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്ന സ്ഥാനാർത്ഥി നിർണയം അത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്, തലവേദനയായിട്ട് നിൽക്കുകയാണ്. അതിൽ ഒരു തീരുമാനം കുറച്ചെങ്കിലും പ്രഖ്യാപിക്കാൻ, ഈ പറഞ്ഞതുപോലെ ഇന്ന് പ്രഖ്യാപിക്കാൻ ചാൻസ് ഉണ്ടോ? ഒപ്പം തന്നെ BJP-യുടെ കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീജ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു ട്രെൻഡൊക്കെ UDF-നുണ്ടായിരുന്നു. ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസിനുള്ള എന്നും അവർക്കൊരു ശാപമായി മാറുന്ന ഈ സ്ഥാനാർത്ഥി നിർണയവും തർക്കവും ഒക്കെ തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ടീം UDF ഒറ്റക്കെട്ടാണെന്ന് എത്ര തന്നെ ആവർത്തിച്ച് പറഞ്ഞാലും ആദ്യം കോൺഗ്രസ് പോലും ഒറ്റക്കെട്ടല്ല എന്നാണ് UDF-ലെ മറ്റ് ഘടകകക്ഷികൾ പോലും പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഈ അവസാന നിമിഷമാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ തന്നെ നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും ഒക്കെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. പക്ഷേ ഇത്തവണ അതേ രീതിയിൽ തന്നെ ഇറക്കുറ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശബരിനാഥിൻ്റെയൊക്കെ പേര് പറഞ്ഞ മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ ആദ്യമേ കളം പിടിച്ചു UDF. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിർണായകമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അടിവറിയിരിക്കുകയാണ് കോൺഗ്രസിന്. അവർ ആ ഒരു പരമ്പരാഗത രീതി അല്ലെങ്കിൽ അവർ ശീലിച്ച ആ രീതി തന്നെ ഇത്തവണയും കാണാൻ കഴിയുന്നു. അതിൽ ഏറ്റവും മുതിർന്ന നേതാവ് കെ സുധാകരൻ തന്നെ പോരിന് ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരം പറയേണ്ടിയിരിക്കുന്നത്. കെ സുധാകരനും ഇന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. പക്ഷേ ഇന്ന് പോകുന്നില്ല, നാളെ പോകുമെന്ന് പറയുന്നു.
ഈ ഏറെക്കുറെ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു വികാരം തന്നെയാണുള്ളത് സംസ്ഥാന ഘടകത്തിനൊക്കെ തന്നെ. പക്ഷേ കെ സുധാകരനും അടൂർ പ്രകാശും ഒക്കെ ഈ വലിയ രീതിയിൽ മുറവിളി കൂട്ടുന്നത്. അതായത് കെ സുധാകരൻ ഇട്ടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അനുനയിപ്പിക്കാൻ നാളെ പോകുന്നു. അങ്ങനെയെങ്കിൽ നാളത്തെ തീരുമാനത്തിന് ശേഷം മാത്രം സ്ഥാനാർത്ഥി നിർണ്ണയം മതിയാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ മതിയോ എന്നൊരു ആവശ്യമൊക്കെ ഉയരുമ്പം സംസ്ഥാന ഘടകം ബില്ലിംഗ് അല്ല, സംസ്ഥാന ഘടകം പറയുന്നത് ആദ്യഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 40 പേരെങ്കിലും പ്രഖ്യാപിക്കണമെന്നൊരു സംസ്ഥാന നേതൃത്വത്തിന് ആവശ്യമുണ്ട്. കാരണം സിറ്റിംഗ് MLA-മാരിൽ 1-2 MLA-മാർ ഒഴികെയുള്ളിടത്തൊക്കെ തന്നെ ഏറെക്കുറെ തർക്കങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ തർക്കങ്ങളില്ലാത്തത് സീറ്റുകളിലെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ ഒരു മേൽക്കൈ നേടാനാവുകയുള്ളൂ. കാരണം ഇന്നലെ ഇടതുമുന്നണി റോഡ് ഷോ ഒക്കെ ഇന്നലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. ആ നിമിഷം പ്രഖ്യാപനം കഴിയുന്ന അപ്പോഴേക്കും റോഡ് ഷോ സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു വലിയ ഒരു ഓളം അവർ LDF ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അതിനൊരിക്കലും ഒരു UDF-നെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിലെങ്കിലും ഇന്നൊരു 40 സ്ഥാനാർത്ഥികളെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുശേഷം മറ്റ് തർക്കങ്ങൾ നടക്കുന്നിടത്തൊക്കെ തന്നെ 2 ദിവസത്തിനുള്ളിൽ, കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാളുണ്ട് പ്രഖ്യാപനം പൂർത്തിയായേ മതിയാകും. അപ്പോൾ ഈ കെ സുധാകരൻ അടക്കമുള്ള MPമാരെ ഒക്കെ അനുനയിപ്പിച്ച് ഒരു വിധമാക്കി തർക്കങ്ങൾ നടത്തി. ഇപ്പോൾ തിരുവനന്തപുരം പറയുവാണെങ്കിൽ ഇപ്പോൾ കെ ശബരിനാഥാണ് നിയമത്തിൽ പറയുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ ശബരിനാഥിന് വിമുഖതയുണ്ടെന്ന് കേൾക്കുന്നു. അതുപോലെ മറ്റു പല ജില്ലകളിലും തന്നെയും നിർണായക മണ്ഡലങ്ങളൊക്കെ തന്നെയും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പലയിടത്തും തന്നെ ഇപ്പോൾ ഈ സെൻട്രൽ CMPക്ക് വിട്ടുകൊടുത്തെങ്കിൽ പോലും കോൺഗ്രസിലെ വലിയ ജില്ലാ പ്രാദേശിക ഘടകം മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും അതിനെതിരെ വിയോജിപ്പുമായി രംഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ അസ്വസ്ഥതകൾ തന്നെയാണ് കോൺഗ്രസിൽ പല സീറ്റുകളിലും നിർണായക സീറ്റുകളിലും ഒക്കെ തന്നെ പുകയുന്നത്. ഇതിനിടെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗവും ഒക്കെ തന്നെ ഈ എത്രയും വേഗത്തിൽ ഈ സ്ഥാനാർത്ഥി സീറ്റ് വിഭജനം പൂർത്തിയാക്കത്തില്ല കടുത്ത അമർഷത്തിലാണ്. ഈ ജോസഫ് വിഭാഗവുമാണ് സീറ്റ് വിഭജനം പൂർത്തിയായെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാത്രി വരുന്നു. തൊട്ടടുത്ത നിമിഷം BJ ജോസഫ് ചർച്ചയൊന്നും പൂർത്തിയായില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. ജോസഫിന് 7 സീറ്റ് മാത്രമേ കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവരതിന് തയ്യാറല്ല. അപ്പോൾ വീണ്ടും സീറ്റ് വേണമെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ 10, ഇത്തവണയും 10 പറയുന്നു. പക്ഷേ ഇത്തവണ 10 കൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഒരു തർക്കം ഇപ്പോൾ നിൽക്കുന്നു, തീരുമാനമായില്ല. ഒരുപക്ഷെ ഇന്നോ നാളെയോ തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുസ്ലിം ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളിലും അവർക്ക് ചില സീറ്റുകൾ വച്ചുമാറുന്ന കാര്യത്തിൽ ഏറെക്കുറെ ഇന്നലെ രാത്രി കൊണ്ട് പൂർത്തിയായെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു പൂർണ്ണ തോതിൽ പൂർത്തിയായോ എന്നതിൽ ഇപ്പോഴും, കാരണം ഇന്ന് രാവിലെ കൂടി ആ ചർച്ചകളൊക്കെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജോസഫ് വിഭാഗവും ലീഗുമായുള്ള ഘടകകക്ഷി ചർച്ചകൾ കൂടി പൂർത്തിയായ UDF-ലെ ഘടകകക്ഷി ചർച്ചകളൊക്കെ ഏറെക്കുറയായി. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ ഘടകകക്ഷികളൊക്കെ തന്നെ സീറ്റ് അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കും. അങ്ങനെ ഏറെക്കുറെ 2 ദിവസത്തിനുള്ളിൽ സജ്ജമാകുകയാണ് UDF-ഉം ഒക്കെ. ഇനി BJP-യിലേക്ക് വരികയാണെങ്കിൽ BJP-യിലെ സ്റ്റാർ കാറ്റഗറിയിലെ മണ്ഡലങ്ങളിലായിരിക്കും അവർ 1-ാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. അത് ഏറെക്കുറെ പ്രധാന നേതാക്കളൊക്കെ നമുക്കറിയാം. അവരുടെ തിരുവനന്തപുരം ജില്ലയാണ് അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും, വട്ടിയൂർ കവാർ ശ്രീലേഖ, അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്ത് V മുരളീധരൻ, ഇതൊക്കെ ഉറപ്പിച്ചു തന്നെയാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, അങ്ങനെ സ്റ്റാർ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കൾ തന്നെ കളത്തിലിറങ്ങുന്നു. അവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ അർപ്പിക്കും. അത് പക്ഷേ ഇന്നുണ്ടാകുമോ അതോ നാളെ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. എന്തായാലും നാളെ നേതാക്കളൊക്കെ തന്നെയും ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ അവർ കേന്ദ്ര കമ്മിറ്റി യോഗമൊക്കെ അവിടെ ചേരുന്നുണ്ട്. 2 ദിവസമാണ് ഏറ്റവും നിർണായകമാണ് ശ്രീജ. ഈ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, 14-15 ദിവസം മാത്രമേ ഉള്ളൂ. നേതാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏപ്രിൽ ആദ്യവാരം വിശുദ്ധവാരമാണ്. വിശുദ്ധവാരത്തിൽ അവർക്ക് പ്രചാരണം എത്രത്തോളം ഒരു സുഗമമായി വലിയ ബഹളത്തോടുകൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ അവസാനം കാണുന്ന ഒരു 16-17 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് എത്രയും വേഗത്തിൽ തന്നെ പ്രഖ്യാപനവുമായി കളത്തിലിറങ്ങുക, അത് തന്നെയാണ് UDF-ഉം LDF-ഉം. തീർച്ചയായും അൺഫിൽട്ട, എനിക്ക് ഇടതുപക്ഷത്തിന്റെ കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഈ സ്ഥാനാർത്ഥികൾ ആദ്യമേ പ്രഖ്യാപിച്ചതിലൂടെ പ്രചരണത്തിൽ മേൽക്കൈ നേടാനൊക്കെ അവർക്ക് സാധിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഘടകകക്ഷികളുടെ കാര്യം അങ്ങനെ നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജുവിന്റെ കേസ് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് ആന്റണി രാജു മത്സരിക്കുമോ എന്നതിൽ ഒരു കാര്യം, അതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് അറിയുന്നു. അങ്ങനെ ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കും. അതായത് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വാർത്താസമ്മേളനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഘടകകക്ഷികളിൽ നിന്ന് ആരിൽ നിന്നും സീറ്റ് ഞങ്ങൾ എടുക്കുന്നില്ല, ഒപ്പം ഞങ്ങളുടെ സീറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നുമില്ല. അത് ജോസ് കെ മാണിക്കുള്ള മറുപടിയാണ്. ജോസ് കെ മാണിയാണ് ഈ 13ാമത്തെ സീറ്റ് കുറ്റ്യാടി സീറ്റിന് വേണ്ടി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കുറ്റ്യാടി സീറ്റ് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്, ഒരു കാരണവശാലും കൊടുക്കില്ല. അവിടെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു CPM-ന്റെ. അപ്പോൾ നിലവിൽ ആ 12 കഴിഞ്ഞ തവണ മത്സരിച്ച 12 സീറ്റിൽ തന്നെ ജോസ് കെ മാണി ഒതുങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവർക്ക് വേറെ സീറ്റില്ല. അപ്പോൾ ഈ 12 സീറ്റുകളിൽ അവർക്ക് 5 പേർ അവിടെ MLA-മാരാണ്, സിറ്റിംഗ് MLA-മാരാണ്. ആ 5 പേരുടെ കാര്യത്തിൽ അവർ തന്നെയാകും മത്സരിക്കുക.
ആഗ്രഹിക്കുക. അതിൽ തന്നെ പാലയിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നതിൽ ഇപ്പോഴും ആകാംക്ഷയുണ്ട്. പക്ഷേ നമ്മുടെ മധ്യകേരളത്തിൽ നിന്ന് കിരൺ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ജോസ് കെ മാണി തന്നെയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ബാക്കി 7 സീറ്റുണ്ട് ഈ സിറ്റിംഗ് MLA. ആ 7 സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അവിടെ ഒരു തർക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ചിലപ്പോൾ 2 ദിവസത്തിന് അവിടെ പ്രഖ്യാപനം ഉണ്ടാവുമായിരിക്കും. അവിടെ ഇനി ഉഭയകക്ഷി ചർച്ചയിൽ LDF-മായി വലിയ തർക്കമില്ല. അവരോട് പറഞ്ഞു ആ 12 സീറ്റ്. പക്ഷേ ഈ സെൻട്രലിൽ വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജുവിൽ നിന്ന് അത് വാങ്ങാൻ CPM തന്നെ എടുക്കണമെന്ന് അവസാന നിമിഷം വരെ CPM തീരുമാനിച്ചുവെങ്കിലും പക്ഷേ അത് ജനാധിപത്യ ഘടകകക്ഷികളിൽ നിന്ന് സീറ്റുകൾ തിരിച്ചെടുക്കേണ്ടതില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം CPM സംസ്ഥാന നേതൃത്വം കൈകൊണ്ടതുകൊണ്ട് കോവളം രക്ഷപ്പെട്ടു. കോവളം ജനതാദളിന്റെയാണ് ഘടകകക്ഷി. അതിൽ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും കോവളം ഘടകകക്ഷിക്ക് തന്നെ കൊടുക്കുന്നു, സെൻട്രലും ജനാധിപത്യ കേരള കോൺഗ്രസിന്. അങ്ങനെ വരുമ്പോൾ സെൻട്രലിൽ ആന്റണി രാജുവിന് മത്സരിക്കണമെങ്കിൽ 2 ദിവസമാണ് അദ്ദേഹത്തിന്റെ നിർണായകമായ വിധി ഹൈക്കോടതിയിൽ നിന്ന്. ആ വിധിയിൽ അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിന് അയോഗ്യത മാറുന്നു, അദ്ദേഹം തന്നെ മത്സരിക്കും. ഇനി അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടെങ്കിൽ അദ്ദേഹം ആരാണോ സ്വന്തം പാർട്ടി എന്ന് പറയുന്നു ആ സ്ഥാനാർത്ഥി തന്നെ അവിടെ കളത്തിൽ ഇറങ്ങേണ്ടി വരും. എന്തായാലും CPM അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ആന്റണി രാജുവാണോ അതോ അദ്ദേഹം നിർമ്മിക്കുന്ന മറ്റൊരാളാണോ എന്ന് അറിയാൻ പറ്റും. ഒപ്പം ജനതാദളാണ് അത് കോവളം കൊടുത്തിരിക്കുന്നത്. അവിടെയും ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും അറിയാൻ കഴിയുന്നു. അവിടെ LDF-നെ സംബന്ധിച്ച് ഘടകകക്ഷികളുമായ ചർച്ചകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇനി അവരവരുടെ പാർട്ടികളിലാണ് ആരൊക്കെ സ്ഥാനാർത്ഥികൾ എന്ന കാര്യം അറിയേണ്ടത്. 2 ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയും. ഏറെക്കുറെ 2 ദിവസം കഴിയുമ്പോഴേക്കും കേരളത്തിന്റെ പൂർണ്ണ ചിത്രം അറിയാൻ കഴിയും ശ്രീജ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. തീർച്ചയായും അൻഫിൽഡ് പറഞ്ഞതുപോലെ ഇനി 2 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം കേരളത്തിൽ ഉള്ളൊരു രാഷ്ട്രീയ ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും. കാരണം തെരഞ്ഞെടുപ്പിങ് അടുത്തു കഴിഞ്ഞു. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം. കാരണം എല്ലാവരും വിഷുവും നോമ്പും ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഞെട്ടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്, തീയതി വന്നിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം അറിയാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് അൻഫിലിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് CC മുകുന്ദൻ്റെ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം CC മുകുന്ദനെ ഒടുവിൽ കൈവിടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. CC മുകുന്ദനെ ഒഴിവാക്കിയിട്ട് സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണ നൽകും എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുള്ള കടുത്ത എതിർപ്പിനെ തുടർന്നാണ് മുകുന്ദനെ ഒഴിവാക്കി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. അതേസമയം CC മുകുന്ദനെതിരെ ഗീതാ ഗോപി മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. CPIയെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിക MLA CC മുകുന്ദൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. CPIയെ തള്ളിപ്പറഞ്ഞതോടെ ചങ്ങാത്തത്തിന് കോൺഗ്രസും എത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും CC മുകുന്ദനുമായി നേരിട്ട് സംഭാഷണം നടത്തിയിരുന്നു. AICCയുടെ ദൂതനായി KPCC സെക്രട്ടറി ജോസ് വള്ളൂരിനെ ചർച്ചയ്ക്കായി നിയോഗിക്കുകയും ചെയ്തു. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന കോൺഗ്രസ് ഉറപ്പു നൽകി. ഇതോടെ CC മുകുന്ദൻ CPIക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ചു. എന്നാൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് മുകുന്ദനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കുന്നത്. മുകുന്ദൻ മത്സരിച്ചാൽ കാലുവാരുമെന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പരസ്യ നിലപാടെടുത്തിരുന്നു. ഇതോടെ പ്രതിരോധത്തിലായ KPCC നേതൃത്വമാണ് CC മുകുന്ദനെ ഒഴിവാക്കാൻ നിർബന്ധിതരായത്. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്താൻ ഡൽഹിയിലെത്തിയെങ്കിലും മുകുന്ദന് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടായില്ല. ഇതോടെ നാട്ടികയിൽ മുകുന്ദൻ ഒറ്റപ്പെടുകയാണ്. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. ഭാരതപ്പുഴയുടെ തീരത്ത് സാംസ്കാരിക പൈതൃകം കൊണ്ടും രാഷ്ട്രീയ പോരാട്ടം കൊണ്ടും ശ്രദ്ധേയമായ മണ്ഡലമാണ് തവനൂർ. ഇടതുപക്ഷത്തിനായി 4ാം തവണയും തവനൂരിൽ KT ജലീൽ മത്സരത്തിനിറങ്ങുമ്പോൾ വികസനത്തിനപ്പുറം രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തവനൂർ സാക്ഷ്യം വഹിക്കുന്നത്. 2011 രൂപീകൃതമായതു മുതൽ KT ജലീലിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് തവനൂർ മണ്ഡലം. തവനൂർ സംരക്ഷിക്കാൻ 4ാം തവണയും KT ജലീലിനെ തന്നെ നിയോഗിക്കാനാണ് ഇടതു തീരുമാനം. 15 വർഷമായി തവനൂരിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് MLA. തവനൂരിലെ ഓരോ മുക്കുമൂലയും എനിക്കറിയാം, ആളുകളെ എനിക്കറിയാം. തവനൂര് ഒരിക്കലും ഇടതുപക്ഷത്തിനെ ചതിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഈ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല, മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എൻ്റെ ആഗ്രഹം ഞാൻ പാർട്ടിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പാർട്ടി വളരെ നിർബന്ധപൂർവം തന്നെ മത്സരിക്കണം എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കാം എന്നുള്ള നിലയിലേക്ക് ഞാൻ വന്നത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KT ജലീലിന്റെ ഭൂരിപക്ഷം 2564 വോട്ടായി കുറയ്ക്കാനായതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അധികാരത്തിലെത്താനായതും UDFന് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേ മത്സരത്തിന് ഇല്ല എന്ന് തന്നെ നിലപാടെടുത്തത് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മൂലമാണ്. പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും ഏരിയ കമ്മിറ്റിയും ഒക്കെ തള്ളിക്കളഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ്. അവരൊന്നും വേണ്ട എന്ന് വെച്ച് പുതിയ പേര് കൊണ്ടു കൊടുത്തു. സംസ്ഥാന നേതൃത്വം മുകളിൽ കെട്ടിയിറക്കി.
ആണ് ആ സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത്. സ്വാഭാവികമായും അതിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നല്ല അന്തരീക്ഷമാണ്. തവനൂർ മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളും ഞങ്ങൾ ജയിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 പഞ്ചായത്തും UDF അടക്കി ഭരിക്കുന്ന സാഹചര്യം. നല്ലൊരു ട്രെൻഡാണ്. തീർച്ചയായും CPM-ൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തവനൂർ NDAയ്ക്കും നിർണായക വോട്ടുകളുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ BDJS മത്സരിച്ച മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് തവനൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വലിയൊരു മുന്നേറ്റമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. വിജയിക്കാൻ സാധിക്കുന്നതെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ 15 വർഷമായി KT ജലീൽ MLA ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, എടപ്പാൾ തന്നെ മെയിൻ തവനൂർ നിയോജകമണ്ഡലത്തിലെ പ്രധാന കേന്ദ്രമായ എടപ്പാൾ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അനുദിനം വളർന്നു വരുന്ന എടപ്പാൾ പട്ടണത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല. അതുപോലെ തന്നെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ. ഇതിനെല്ലാം ചെയ്യാനുള്ള സൗകര്യം ബ്ലോക്ക് ഓഫീസിനോടനുബന്ധിച്ച സ്ഥലത്ത് ഉണ്ടായിട്ട് പോലും അത് മുൻകൈ എടുത്ത് ചെയ്യാനോ അത് നടപ്പാക്കാനോ MLAക്ക് സാധിച്ചില്ല. അതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് മണ്ഡലത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വലിയൊരു വിജയപ്രതീക്ഷയിലാണ് BJP. ശക്തമായ ഒരു മത്സരം തന്നെ തവനൂരിൽ നടക്കും. വികസനവും രാഷ്ട്രീയവും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന തവനൂരിൽ ഇത്തവണയും പോരാട്ടം കടുക്കും. അമൃത ന്യൂസ്, മലപ്പുറം. കോഴിക്കോട് പൂളക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പാതി വഴിയിൽ നിലച്ചതാണ് ഇപ്പോൾ എലത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന ചർച്ച. വനമന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലത്തിലെ ഈ പാലം പണി പൂർത്തിയാകാത്തതിനാൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. പ്രധാന അപ്രോച്ച് റോഡ് പൂർത്തിയാകാത്തതിനാൽ പാലം നിർമ്മാണം പ്രതിസന്ധിയിലാണ്. മന്ത്രി AK ശശീന്ദ്രൻ്റെ മണ്ഡലത്തിലുള്ള പൂളക്കടവ് പാലമാണിത്. പ്രദേശവാസികളുടെ ഏറെ കാലമായുള്ള ആവശ്യമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ ഈ പാലം നിർമ്മാണം പാതിയിൽ നിലച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കുരുവട്ടൂർ പഞ്ചായത്തിനെയും കോഴിക്കോട് കോർപ്പറേഷനെയും ബന്ധിപ്പിക്കാനായി പൂനൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലമാണിത്. 2021 മന്ത്രി റോഷി അഗസ്റ്റിൻ തറക്കല്ലിട്ടത്. കിഫ്ബിയിൽ നിന്ന് 30 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഏറെ വൈകി പാലം പ്രവൃത്തി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് ഇതുവരെയുമായിട്ടും നിർമ്മിക്കാനായില്ല. ഓലിത് നാളെ ലോട്ടറി ടിക്കറ്റ് നാളെ ആക്കുന്നുണ്ട്. ഇതുവരെ ആയിട്ട് നമ്മൾ പാലത്തിൻ്റെ പണി ഇപ്പോൾ 3-4 കൊല്ലാവാനായി. ഇതുവരെ നമ്മളെ റോഡാണെങ്കിൽ അത്ര മോശമായിട്ട് വണ്ടി പോകാൻ കഴിയൂല. എന്നാൽ ഒരു ഉപകാരവും ഇല്ല. എത്ര കാലമായിട്ട് ഓരോട് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. മഴക്കാലത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പാടാണ്. നമ്മളെ പറമ്പുള്ളവർ കഷ്ടപ്പാടാണ്. എന്നാൽ ഈ ഭാഗത്തുള്ളവർക്ക് ഇതിലേക്ക് പട്ടണമെങ്കിൽ അതിലെ ചാടി വരണം. ഇപ്പോൾ ഇത് ഇങ്ങനെ കിടക്കൽ തന്നെ ഉള്ളൂ. ഒരു ഉപകാരവും ഇല്ല, ഒന്നിനുമില്ല. സമീപത്ത് തന്നെ 70 വർഷത്തോളം പഴക്കമുള്ള സമാന്തര നടപ്പാലമുണ്ട്. അപകട ഭീഷണിക്കിടെയാണ് ഇരുചക്ര വാഹനങ്ങൾ പോലും ഇതിലൂടെ കടന്നു പോകുന്നത്. മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശം കൂടെയാണിത്. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയുടെ വശങ്ങളിൽ കോൺക്രീറ്റ് മതിലുകൾ കെട്ടുന്ന പണിയും അനിശ്ചിതത്വത്തിലാണ്. അത് കുറേ ഇങ്ങനെ നീണ്ടുപോകണം. 5 കൊല്ലായി. ഇത്ര ഒരു 1.5 കൊല്ലം കൊണ്ടിട്ടാണ് തീർക്കുന്നു പറഞ്ഞതിന്. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ നിന്നെടുക്കുക. ഈ സാധനം ഇവിടെ തുടങ്ങിയിട്ട് 5 കൊല്ലം മുമ്പ് PWD മാർക്ക് ചെയ്ത റോഡിൻ്റെ മുകളിൽ റിബൺ കെട്ടിങ് ആയിട്ട് വോട്ട് പിടിക്കലായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കമ്പി കൊണ്ടുപോയിടും. എന്നിട്ട് ഇലക്ഷൻ സമയത്ത് ആ കമ്പി ഇങ്ങനെ ഒരു 4-5 ബംഗാളികൾ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് വർക്ക് നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാം. ഇവിടേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് എത്തൂല. ആ പാലത്തൊന്നും കാണുന്നല്ലാണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇലക്ഷൻ മാത്രം വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പദ്ധതിയായിരുന്നു. ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങളെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ട് ഇങ്ങനെ നിന്നുപോയി, ഇതെന്തുകൊണ്ട് മുന്നോട്ട് നടക്കണില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ കുറേ പ്രയത്നിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ സമരം ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഒരു പേർക്ക് കൂടെ സമരം ചെയ്ത് കാര്യങ്ങൾ മറ്റേ കളക്ടർ മുഖാന്തരം അവതരിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പാസ്സായി വരുമ്പോഴത്തെ വേറെ ടീം വേറെ ഒന്നും കൂടി പറഞ്ഞാൽ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സ്ഥലം MLAയും മന്ത്രി കൂടെയുമായ AK ശശീന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല. എലത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന ചർച്ചയാകും പൂളക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് ഉറപ്പാണ്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നമ്മൾ ഓസ്കർ വേദിയിലേക്ക് ഒന്ന് പോവുകയാണ്. 98ാമത് ഓസ്കർ അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. വെപ്പൻസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എമി മാഡിഗൺ സഹനടിക്കുള്ള പുരസ്കാരം നേടി. മികച്ച സഹനടൻ ഷോൺ പെനാണ്. ചിത്രം 1 ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഷോൺ പെന്നിന്റെ 3ാം ഓസ്കറാണിത്.
സിന്നേഴ്സിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം റയാൻ കൂഗ്ലർ സ്വന്തമാക്കി. മികച്ച അവലംബിത തിരക്കഥ പോൾ തോമസ് ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. മികച്ച കാസ്റ്റിംഗിനുള്ള പുരസ്കാരവും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലൂടെ കസാൻഡ്ര കുൽക്കുണ്ടി സ്വന്തമാക്കി. മികച്ച അനിമേറ്റഡ് ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം ദ ഗേൾ ഹൂ ക്രൈഡ് പേൾസിനാണ്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരം K-pop ജെമൻ ഹണ്ടേഴ്സ് സ്വന്തമാക്കി. മികച്ച എഡിറ്റിംഗ് ആൻഡി ജഗേഴ്സൺ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച ഒറിജിനൽ സ്കോറിനും ഛായാഗ്രഹണത്തിനുമുള്ള പുരസ്കാരം സിന്നേഴ്സിനാണ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ നേടി. പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന കാലിഫോർണിയയിലെ ഇറാൻ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡോൾബി തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. യുദ്ധം എന്തായാലും വലിയൊരു ആശങ്ക ഇതുപോലെ പലയിടത്തും സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടലിടുക്ക് തുറക്കാൻ നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ അത് സംഘടനയുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഹോർമുസിലൂടെ കപ്പലുകൾ കടത്തിവിടുന്നതിൽ ശത്രു രാജ്യങ്ങൾ ഒഴികെ മറ്റാരോടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കി. യുദ്ധം രൂക്ഷമായി തുടരുമ്പോഴും തങ്ങൾ വെടിനിർത്തലിന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കി. അതേസമയം അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയിൽ നിന്നുള്ള കരുതൽ ശേഖരം ഉടൻ റിലീസ് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. 16-ാം ദിവസവും ഇറാൻ പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. തിരിച്ച് ടെൽ അവീവിൽ ഇറാന്റെ ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 15 ഇറാന് സമാന്തരമായി ലെബനനിലും ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ തുടരുകയാണ്. ഇതുവരെ 850ഓളം പേരാണ് ലെബനനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. ഗൾഫ് മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. ദുബായിൽ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിന് സമീപം തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ഹോർമുസ് കടലിടുക്ക് കടന്ന 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുകയാണ്. 46,000 മെട്രിക് ടണ്ണിലധികം LPG വഹിക്കുന്ന നന്ദാദേവി, ശിവാലിംഗ് എന്നീ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് ഗുജറാത്തിലെത്തുന്നത്. 2 കപ്പലുകളിലുമായി 92,700 ടൺ LPG ആണ് എത്തുന്നത്. ശിവാലിംഗ് മുന്ദ്ര പോർട്ടിലും നന്ദാദേവി കാണ്ട്ല പോർട്ടിലുമാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം 2 കപ്പലുകളും അന്താരാഷ്ട്ര സമുദ്ര പരിധിയിലെത്തിയിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകളാണ് ഇവയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള 22 കപ്പലുകൾ നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 2 ദിവസത്തെ അവധിക്ക് ശേഷം പാർലമെന്റ് ഇന്ന് വീണ്ടും ചേരുന്നുണ്ട്. ഊർജ്ജ പ്രതിസന്ധി വിഷയത്തിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. LPG ക്ഷാമം ഉയർത്തിക്കാട്ടി സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകും. പ്രത്യേക ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമെങ്കിലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അതേസമയം സഭയുടെ മര്യാദയും അന്തസ്സും കാത്തുസൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്നലെ എല്ലാ MP-മാർക്കും കത്തയച്ചിരുന്നു. ചില അംഗങ്ങളുടെ പെരുമാറ്റം പാർലമെന്റിന്റെ മര്യാദയ്ക്ക് ചേരുന്നതല്ലെന്നും സഭയിൽ പ്ലക്കാർഡുകൾ കൊണ്ടുവരുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും സ്പീക്കർ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം LPG വിഷയം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുക. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ LPG വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നു. അത് ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കുക. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാർലമെന്റ് ഇന്ന് വീണ്ടും ചേരുന്നത്. ചൂണ്ടിക്കാട്ടിയതുപോലെ ഊർജ പ്രതിസന്ധി വിഷയത്തിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച സഭ ചേർന്നപ്പോഴും ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ചർച്ച വേണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. എന്നാൽ അത് സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ഇതിനോടകം വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഊർജ വിതരണവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് LPG വിതരണവും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെട്രോളിയം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ഈ വിഷയത്തിൽ ചർച്ച നടത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് LPG ക്ഷാമം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധം വരുത്താൻ സാധ്യതയുണ്ട്. ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കുക രാജ്യത്ത് നിലവിലൊരു ഊർജ പ്രതിസന്ധി ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഹോർമുസ് കടലിടുക്ക് കടന്നുകൊണ്ട് 2 LPG ടാങ്കർ കപ്പലുകളാണ് ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നത്. ഒരു കപ്പൽ ഇന്നും ഒരു കപ്പൽ നാളെയും ഗുജറാത്ത് തീരത്തേക്ക് എത്തും. അത്തരത്തിൽ ഈ ഒരു നിലവിലെ പ്രതിസന്ധിയെ വളരെ കാര്യക്ഷമമായി
തരണം ചെയ്യാനും മുൻപോട്ട് പോകാനും സാധിക്കുന്നുണ്ടെന്നും ഒരു പ്രത്യേക ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ളതുമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്നും സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ ബഹളവും പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. അതിനിടയിലായിരുന്നു ഇന്നലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള എല്ലാ MP-മാർക്കും കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് തന്നെ സഭയുടെ പാർലമെന്റിന്റെ മര്യാദയും അന്തസ്സും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചില MP-മാരുടെ പെരുമാറ്റവും പ്രവൃത്തിയും പാർലമെന്റിന്റെ മര്യാദയ്ക്ക് ചേരുന്നതല്ല എന്നും സഭയിൽ പ്ലക്കാർഡുകൾ കൊണ്ടുവരുന്നതും ചില MP-മാരുടെ പെരുമാറ്റവും ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന കാര്യവും സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർ വിവേചനപരമായി പെരുമാറുന്നു എന്ന ആരോപണം ഉയർത്തുകയും സ്പീക്കറെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള, സ്പീക്കറെ പുറത്താക്കാനുള്ള പ്രമേയം ലോക്സഭയിൽ കൊണ്ടുവന്നിരുന്നു. ആ പ്രമേയം ഭൂരിപക്ഷമില്ലാതെ ആ പ്രമേയം തള്ളുകയും പിന്നീട് ലോക്സഭയിലെത്തിയിട്ടുള്ള സ്പീക്കർ വ്യക്തമാക്കിയത് ആര് എതിർത്താലും ആര് കൂടെ നിന്നാലും പാർലമെന്റ് ലോക്സഭ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി മുൻപോട്ട് പോകും എന്നുള്ളതായിരുന്നു. അതിന്റെ സ്പീക്കറുടെ ആ പ്രതികരണത്തിന്റെ തുടർ നടപടി എന്ന രീതിയിലാണ് എല്ലാ അംഗങ്ങൾക്കും സഭയുടെ മര്യാദയും അന്തസ്സും കാത്തു സൂക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർ കത്ത് നൽകിയത്. ശരിയാ, തീർച്ചയായും ജിഷ്ണു, എന്തായാലും പാർലമെന്റിൽ ഇന്ന് എന്ത് സംഭവിക്കും നമുക്കത് അറിയാൻ സാധിക്കും ഏകദേശം ഒരു 11 മണിയോടുകൂടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ A. പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കും. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും. നടപടി ആദ്യഘട്ടം എന്ന നിലയിൽ പത്മകുമാറിനെ ആറന്മുള മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. നേരത്തെ പാർട്ടിയുടെ സൽപ്പേരിന് അവമതിപ്പുണ്ടാക്കിയെന്ന് കാട്ടി ജില്ലാ നേതൃത്വം പത്മകുമാറിന് വിശദീകരണ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ചേരുകയാണ്. കണ്ണൻ, നമുക്കറിയാം തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടി അതുതന്നെയല്ലേ സാധ്യത കാണുന്നത്? എന്തായാലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ A. പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഇന്ന് ഉണ്ടായേക്കും. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻമന്ത്രി C. രവീന്ദ്രനാഥ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മത്സരിച്ചു തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങളോടാണ് വോട്ട് ചോദിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഞങ്ങളതിന് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് LDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അതെ, മത്സരം ശക്തമാണ്, സംശയമില്ലല്ലോ. ജനാധിപത്യ മത്സരം എന്ന് പറയുന്നപ്പോഴും ശക്തമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളെയും അത് ബഹുമാനത്തോടു കൂടി തന്നെ കാണുകയാണ്, ഏത് രംഗത്ത് നിന്നിട്ടുള്ളവരായാലും. പക്ഷേ അവിടെ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് സൗഹൃദത്തിനപ്പുറം രാഷ്ട്രീയമാണ് പ്രധാനം. ആ രാഷ്ട്രീയ പ്രചരണത്തിൽ ഇതുവരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നിരവധി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്ന് കരുതുന്നു. അതുകൊണ്ട് LDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അവിടെ മാത്രമല്ല, ഞാനിതിൻ്റെ ഇടയ്ക്ക് മറ്റ് മലമണ്ഡലങ്ങളിലും പല ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കേരളത്തിൽ സർക്കാരിനെതിരെ ഒരു വികാരം ഒട്ടും തന്നെ കണ്ടിട്ടില്ല, ഒട്ടുമില്ല. അത് ഒരു അനുഭവമാണ്. അത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല, ഈ മണ്ഡലത്തിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ കറങ്ങുന്നുണ്ട്. അവിടെ ഒരിക്കലും ഒരു ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നു കണ്ടിട്ടില്ല. സർക്കാരിനെതിരെയുള്ള അഭിപ്രായം കേട്ടിട്ടേയില്ല. തീർച്ചയായിട്ടും അത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാശങ്കയില്ല. TN പ്രതാപൻ്റെ സുഹൃത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ BJP-യുടെ ആയാലും ആരുടെ സ്ഥാനാർത്ഥിയായാലും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പോരാട്ടത്തിൽ എല്ലാവരെയും ബഹുമാനത്തോടു കൂടി കാണുകയാണ്. അവർക്കും ജനങ്ങളിൽ സ്വാധീനമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പോരാട്ടത്തിലുള്ള വൈവിധ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ആശയം ഉയർന്നു വരും. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ, അഖിലേന്ത്യാ സാഹചര്യത്തിലും കേരള സാഹചര്യത്തിലും
അതുകൊണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കരുതുന്നത്. ഏത് നിലയിലായിരുന്നു അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ശക്തമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ളത്. BJPയുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിലെ ഏത് നിലയിൽ അത് ഗുണം ചെയ്യുമോ ദോഷം? BJP രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ അർത്ഥത്തിൽ തന്നെ നമ്മളതിനെ കാണുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട് എന്നുള്ളൊരു വസ്തുത നമുക്കെല്ലാം തിരിച്ചറിയാൻ കഴിയും. കേരളത്തെ വല്ലാതെ അവഗണിക്കുന്നു. ഒരു ഫെഡറൽ രാജ്യം എന്ന രീതിയിൽ തോന്നുന്നില്ല മലയാളികൾക്ക്. അത് വലിയൊരു വിഷയമാണ്. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫെഡറൽ രാജ്യം എന്നുള്ള ഫെഡറൽ സംസ്കാരം എന്നുള്ള ആശയത്തെ പൂർണ്ണമായിട്ടും തകർത്തതിനെതിരെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ വികാരമുണ്ട്. മറുപടി പറയാനുള്ള അവസരമായിട്ട് ഇതിനെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് വികസന കാഴ്ചപ്പാടനുസരിച്ച് സഖാവ് മുരളി പെരുന്നെല്ലിയുടെ 15 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള തുടർച്ച, കൃത്യമായിട്ടുള്ള തുടർച്ച, ഒരു പുതിയ ഒരു മണലൂർ എന്നുള്ള നവകേരളം സങ്കല്പമാണ് ഇടതുപക്ഷ ജനാധിപത്യം ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. നവകേരള സങ്കല്പത്തോട് പൂർണ്ണത ഉള്ള, അതിനോട് ചേരുന്ന, അതിനോട് യോജിക്കുന്ന ഒരു സങ്കല്പം തീർച്ചയായിട്ടും മണലൂരിൽ വികസിപ്പിച്ചെടുക്കും. ഓ തീർച്ചയായിട്ടും എന്താ സംശയമുള്ളത് അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നടപടികളിലൂടെ ദീർഘവീക്ഷണമില്ലാത്തതുകൊണ്ട് നമ്മുടെ നയത്തിൽ മാറ്റം വരുത്തുന്ന, സാമ്രാജ്യത്ത് ചേരുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ്. ചേരാ നയം എന്നുള്ള ലോകപ്രശസ്തമായ നമ്മുടെ നയം പൂർണ്ണമായിട്ടും മാറുന്നൊരവസരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ വരെ പ്രതിസന്ധി വരികയാണ്. അതെല്ലാം പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ. മണലൂരിലെ LDF സ്ഥാനാർത്ഥിയായ C. രവീന്ദ്രനാഥ് പ്രചരണത്തിൽ സജീവമാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ യാത്ര ആന്ധ്രാപ്രദേശിലെ ബാപ്പട്ല പിന്നിട്ടു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം അമൃതപുരിയിൽ നിന്നും ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളുമായി അമ്മ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത്. പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് യാത്ര. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമ്മ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ അമ്മയും വിശിഷ്ടാതിഥിയാണ്. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം അമ്മ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200ഓളം പേർ അയോധ്യയിലേക്കുള്ള യാത്രയിൽ അമ്മയെ അനുഗമിക്കുന്നുണ്ട്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. പുതിയൊരു വാരത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് വിപണിയിൽ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിട്ട് വലിയ വിൽപ്പനയിൽ നിന്നും ഇന്ന് ഒരു നേരിയ തോതിൽ നിക്ഷേപ താല്പര്യം വിപണിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ താഴ്ന്ന നിലവാരത്തിൽ നിക്ഷേപം നടത്തുക എന്നുള്ളത് ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊരു നിക്ഷേപം ഉണ്ടായിരിക്കുമെന്നല്ലാതെ മറിച്ച് വലിയൊരു തോതിൽ ഒരു തിരിച്ചുകയറ്റം വിപണിയിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് ഏറ്റവും പ്രധാനം ആഗോള ഘടകങ്ങളിലെ നീക്കങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും യുദ്ധത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഒരു സമവായമോ അല്ലെങ്കിൽ മറിച്ച് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നീക്കങ്ങളോ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ തുടർച്ചയായിട്ടൊരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടൂ. മറിച്ചാണെങ്കിൽ ഘടകങ്ങളെല്ലാം പ്രതികൂലം തന്നെയാണ്. പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്നതും ഗ്യാസിൻ്റെ ദൗർലഭ്യം തുടങ്ങിയ വ്യാവസായിക മേഖലയും ഒപ്പം തന്നെ ഉപഭോക്താക്കളെയും രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തെയും ഒക്കെ ദോഷകരമായി ബാധിക്കാവുന്ന ഒട്ടേറെ ഘടകങ്ങൾ ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനം രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് വരും നാളുകളിൽ പണപ്പെരുപ്പത്തെ കൂട്ടിയേക്കുമെന്നും സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിച്ചേക്കുമെന്നുള്ളതിൻ്റെ ഒരു ആശങ്കകളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു
പ്രതികരണം എന്നോണം വിപണിയിലൊരു പ്രതിഫലനം ഉണ്ടാകാൻ തീർച്ചയായും അത് തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് മറിച്ചാവണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിപണി ഒരു തിരിച്ചുകയറ്റം പ്രതീക്ഷിക്കേണ്ടുള്ളൂ. ഇപ്പോഴെന്തായാലും ഇന്നൊരു നേട്ടത്തിൽ വ്യാപാരം തുടങ്ങിയേക്കുമെന്ന് തന്നെ കരുതുന്നത്. സാങ്കേതികമായി 23,000 ഇപ്പോൾ നിഫ്റ്റിക്ക് പ്രധാന അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. 23,100 മുകളിലാണ് ഇപ്പോൾ വ്യാപാരം കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത്. ഇന്നെന്തായാലും ആ ഒരു നിലവാരത്തിൽ ആ ഒരു അടിസ്ഥാന നിലവാരം അടിത്തറ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ഒരു മുന്നേറ്റം തുടരണമെങ്കിൽ 23,800 എന്ന നിലവാരത്തിലേക്ക് തുടർച്ചയായി ഒരു വിപണി എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീദേവി. പ്രമുഖ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറി ശൃംഖലയായ റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡ് റോഡിൽ സജ്ജമാക്കിയ അത്യാധുനിക ഷോറൂമിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ മഞ്ജു വാര്യർ നിർവഹിച്ചു. ആഭരണങ്ങളുടെ അപൂർവ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ സ്വർണ്ണാഭരണ വിപണിയിൽ ഹോൾസെയിൽ വില എന്ന ആശയം അവതരിപ്പിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇനി പാലക്കാടൻ മണ്ണിൽ. കേരളത്തിലെ 12ാമത് ഷോറൂമാണ് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ ശരിക്കും റീഗൽ ജ്വല്ലേഴ്സിന്റെ ഇനോഗ്രേഷൻ ചെയ്യുന്ന ആദ്യത്തെ ഷോറൂമാണ്. റീഗൽ ജ്വല്ലേഴ്സിന്റെ കുടുംബത്തിലേക്ക് ഞാൻ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഷോറൂം ഉദ്ഘാടനം ആദ്യത്തെയാണ്. വലിയ സന്തോഷമുണ്ട്. പുതിയൊരു തുടക്കമാണ്. വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു അസോസിയേഷൻ മുന്നോട്ട് പോകണം എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പാലക്കാട്ടെ ഉപഭോക്താക്കൾക്കായി സമാനതകളില്ലാത്തതും തികച്ചും ലാഭകരവുമായ ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം വിപുലമായ ആഭരണ ശേഖരവുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് റീഗൽ ജ്വല്ലേഴ്സ് MD വിപിൻ ശിവദാസ് പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിനോടാണ്. ഞങ്ങളുടെ നവവധു കളക്ഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രീമിയം ബ്രാൻഡുകളും ഉൾപ്പെടുത്തിയുള്ള ഒരു ബ്രൈഡൽ ലോഞ്ച് തന്നെ ഞങ്ങൾ പാലക്കാടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഷോപ്പിംഗ് ഒന്ന് ആസ്വദിക്കുക, എല്ലാവരും വിസിറ്റ് ചെയ്യുക. ട്രെൻഡിംഗ് ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിംഗ് കളക്ഷൻസ്, പരമ്പരാഗത കേരള ആഭരണങ്ങൾ, ബോംബെ കൽക്കട്ട ഡിസൈനുകൾ, ചെട്ടിനാട് നഗാസ്, ആന്റിക്, പോൾക്കി ആഭരണങ്ങളുടെ അപൂർവ ശേഖരം, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ, അൺകട്ട് ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ ആഭരണങ്ങൾ, പ്രീമിയം പ്ലാറ്റിനം കളക്ഷനുകൾ, 18 ക്യാരറ്റ്, 14 ക്യാരറ്റ് ആഭരണങ്ങൾ തുടങ്ങിയവയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളാണ് പാലക്കാട് ഷോറൂമിന്റെ സവിശേഷത. വിവാഹ പാർട്ടികൾക്കായി പ്രത്യേകമായി ഒരുക്കിയ ബ്രൈഡൽ ഫ്ലോറും പുതിയ ഷോറൂമിന്റെ സവിശേഷതയാണ്. ചടങ്ങിൽ പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പി സ്മിതേഷ്, ചെയർമാൻ TK ശിവദാസൻ, MD ആൻഡ് CEO വിപിൻ ശിവദാസ്, ക്ഷേമ ശിവദാസ്, പല്ലവി നംദേവ്, അനൈഷ, അവിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. 6 വയസ്സിനുള്ളിൽ ചിത്രങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രതിഭ കൊച്ചിയിലെ എഡ്മണ്ട് തോമസ് ക്ലിൻറ്റൺ. ഇന്നവനില്ല, പക്ഷേ അവൻ്റെ ചിത്രങ്ങളിൽ കാണാം നിറങ്ങളാൽ അവൻ വിരിയിച്ച വിസ്മയ കാഴ്ചകൾ. ആർട്ട് ഗാലറി ഒരുക്കി ആ കുരുന്ന് കലാകാരനോടുള്ള സ്നേഹം അറിയിക്കുകയാണ് GCDA. എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് കലയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന പേരാണ്. 6 വർഷത്തെ ചെറിയ ജീവിതത്തിൽ നാടിനും നാളേക്കുമായി ഒരുപാട് ചിത്രങ്ങൾ അവൻ സമ്മാനിച്ചു. ക്ലിൻറ്റിന്റെ അമ്മ ചിന്നമ്മ ജോസഫാണ് അവന്റെ ചിത്രങ്ങൾക്ക് താങ്ങും തണലുമായത്. അവനിലെ കലാകാരനെ തിരിച്ചറിഞ്ഞ ചിന്നമ്മ നിറങ്ങൾ വാങ്ങി നൽകി സ്വപ്നങ്ങൾ പകർത്താൻ അവനെ പ്രാപ്തനാക്കി. ആരാധനാലയങ്ങൾ, ഉത്സവങ്ങൾ, ഗ്രാമീണ മനുഷ്യർ, ആനകൾ, പ്രകൃതി എല്ലാം അവന്റെ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പിതാവ് ജോസഫും അവനാവശ്യമായ പിന്തുണ നൽകി. 1983 6-ാം വയസ്സിൽ ക്ലിൻറ്റ് വിടവാങ്ങിയപ്പോൾ അവന്റെ ഓർമ്മകൾക്കൊപ്പം 25,000-ഓളം ചിത്രങ്ങളും ചിന്നമ്മ സൂക്ഷിച്ചു. ആ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് GCDA ആർട്ട് ഗാലറി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിൻറ്റ് കുറേ ചിത്രങ്ങൾ വരച്ച് നമ്മളത് കളക്ട് ചെയ്ത്, പക്ഷെ ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് ക്ലിൻറ്റ് മാറുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ക്ലിൻറ്റിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് വിലയിരുത്തി വന്നപ്പോൾ ഒരു എന്തെങ്കിലും നടക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അതൊരു ഇതായിട്ട് സ്വപ്നമായിട്ടൊന്നും മനസ്സിൽ വെച്ചില്ല. പക്ഷെ ഇപ്പം അതൊരു നടക്കാത്ത സ്വപ്നം നടന്നെന്നുള്ള ഒരു ഭയങ്കര സന്തോഷമാണ്. കടവന്ത്രയിലെ GCDA ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആർട്ട് ഗാലറി സജ്ജമായപ്പോൾ ഒരമ്മയുടെ ആത്മവിശ്വാസത്തിന്റെ സാക്ഷാത്കാരം കൂടിയായി അത് മാറി. മകനു വേണ്ടി തന്റെ ജീവിതം നീക്കിവെച്ച ആ അമ്മ പ്രചോദനമാണ് ഒരുപാട് മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും.
അമൃത ന്യൂസ്, കൊച്ചി. ഭൂമിക്കടിയിൽ ഒരു വിസ്മയം, അതും മഹാരാഷ്ട്ര ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനിൽ. മുംബൈയിലെ ലോക് ഭവന് താഴെ 13 മുറികളുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു ബങ്കർ 60 വർഷത്തോളമായി ആരോരും അറിയാതെ അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് 2016 ഇത് അവിചാരിതമായി കണ്ടെത്തിയത്. ഇന്നത് സ്വാതന്ത്ര്യ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന മ്യൂസിയമാണ്. അന്ന് 2016 മുംബൈ രാജ്ഭവനിലെ ജീവനക്കാർ നൽകിയ സൂചനയെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഈ ബങ്കർ കണ്ടെത്തിയത്. ഒന്നാം ലോക മഹായുദ്ധത്തിനു മുമ്പ് സൈനിക ആവശ്യത്തിനു വേണ്ടി വെടിക്കോപ്പുകളും പീരങ്കി ഉണ്ടകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ബങ്കർ പണിതത്. ഏകദേശം 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ബങ്കറിന് 150 മീറ്റർ നീളമുണ്ട്. ഒരു കോട്ടയുടേതിന് സമാനമായ 20 അടി ഉയരമുള്ള വലിയ കവാടമാണ് ഇതിനുള്ളത്. പീരങ്കികൾ കൊണ്ടുപോകാനായി പ്രത്യേകം തയ്യാറാക്കിയ പാതകളും ഇതിലുണ്ട്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള 13 മുറികളുള്ള ബങ്കറിൽ വായുസഞ്ചാരത്തിനുള്ള പൈപ്പുകളും വെളിച്ചം കടക്കാനുള്ള സംവിധാനങ്ങളും ഓവുചാലുകളും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഒരുക്കിയിരുന്നു. (2016) സി വിദ്യാസാഗർ റാവു ഗവർണറായിരുന്ന കാലഘട്ടത്തിലാണ് 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബങ്കർ കണ്ടെത്തിയത്. 2019 അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇത് മ്യൂസിയമായി പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യചരിത്രം നേരിട്ടനുഭവിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെയുണ്ട്. കൂടാതെ ഇന്ത്യയുടെ സൈനിക ചരിത്രം വിളിച്ചോതുന്ന പ്രദർശനങ്ങളും ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. (1875) നിർമ്മിച്ച ബങ്കർ സന്ദർശിക്കാൻ ഇപ്പോൾ ധാരാളം പേർ എത്തുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് മുംബൈ ലോക് ഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത് മ്യൂസിയം സന്ദർശിക്കാവുന്നതാണ്. അമൃത ന്യൂസ്, മുംബൈ. ഗൾഫ് രാജ്യങ്ങളിലെ CBSE +2 പരീക്ഷകൾ റദ്ദാക്കി. മേഖലയിലെ നിലവിലുള്ള സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട് എടുക്കുമെന്നാണ് CBSE അറിയിച്ചിട്ടുള്ളത്. UAE, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നടക്കേണ്ട CBSE 12ാം ക്ലാസ് പരീക്ഷകളാണ് റദ്ദാക്കിയത്. മേഖലയിൽ തുടരുന്ന സംഘർഷ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. ഇറാൻ, ഇസ്രായേൽ, US ആക്രമണം തുടങ്ങിയതിനു ശേഷം CBSE പരീക്ഷകൾ പലയാവർത്തി മാറ്റിവെച്ചിരുന്നു. ഒടുവിൽ മാർച്ച് 16 മുതൽ ഏപ്രിൽ 10 വരെ നടക്കേണ്ട +2 പരീക്ഷകൾ റദ്ദാക്കുകയാണെന്ന് ഗൾഫ് രാജ്യങ്ങളിലെ CBSE അഫിലിയേഷനുള്ള സ്കൂളുകൾക്ക് അയച്ച സർക്കുലറിൽ CBSE വ്യക്തമാക്കുന്നു. മുൻപ് മാറ്റിവെച്ച പരീക്ഷകളും റദ്ദാക്കി. പരീക്ഷാഫലം സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട 10ാം ക്ലാസ് പരീക്ഷകളും നേരത്തെ CBSE റദ്ദാക്കിയിരുന്നു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ ഐതിഹാസിക വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു വി സാംസണ് ഇന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്നേഹാദരം ഒരുക്കുകയാണ്. തിരുവനന്തപുരം മംഗലപുരം മുല്ലശ്ശേരിയിൽ KCA പുതിയതായി നിർമ്മിച്ച അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് സഞ്ജുവിനെ ആദരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സ്റ്റേഡിയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ അതിഥിയാണ് സഞ്ജു വി സാംസൺ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് KCA ഭാരവാഹികൾ സഞ്ജുവിനെ ആദരിക്കുക. UEFA യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനും കോപ്പ അമേരിക്ക ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയും തമ്മിൽ നടക്കാനിരുന്ന ഫൈനലിസിമ പോരാട്ടം റദ്ദാക്കി. ഖത്തറിൽ മാർച്ച് 27 നടത്താൻ നിശ്ചയിച്ചിരുന്ന മത്സരമാണ് മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് റദ്ദാക്കിയത്. മത്സരം നടത്താൻ മറ്റൊരു വേദി കണ്ടെത്താൻ ഇരു സംഘടനകളും പരാജയപ്പെട്ടപ്പോഴാണ് ഈ തീരുമാനത്തിലെത്തിയത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം കായിക മത്സരങ്ങളെയും ഒക്കെ ബാധിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഫോർമുല 1 പ്രേമികളെ നിരാശയിലാക്കി 2026 സീസണിലെ 2 പ്രധാന ഗ്രാൻഡ് പ്രീകൾ റദ്ദാക്കി. ഏപ്രിൽ 12 നടക്കേണ്ടിയിരുന്ന ബഹ്റൈൻ ഗ്രാൻഡ് പ്രീയും ഏപ്രിൽ 19 നടക്കേണ്ടിയിരുന്ന സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീയുമാണ് റദ്ദാക്കിയത്. സുരക്ഷാ കാരണങ്ങളാലാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ 2026 സീസണിലെ ആകെ റേസുകളുടെ എണ്ണം 22 കുറഞ്ഞിട്ടുണ്ട്. ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ റെഡ് ബുള്ളിന്റെ ആധിപത്യം തകർത്ത് മെഴ്സിഡസിന്റെ കൗമാര താരം ആൻഡ്രിയ കിമി ആന്റനെല്ലിക്ക് കന്നിക്കിരീടം. ക്വാളിഫയറിംഗ് പോൾ പൊസിഷനിൽ നേടിയ
19കാരൻ അവസാനം വരെ സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. F1 ചരിത്രത്തിൽ റേസ് ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. മെഴ്സിഡസ് ഈ സീസണിൽ നേടുന്ന രണ്ടാമത്തെ 1-2 ഫിനിഷാണിത്. ഫെറാറിക്ക് വേണ്ടി ഹാമിൽട്ടൺ ആദ്യ പോഡിയം ഫിനിഷ് നടത്തി. അപ്പോൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വാർത്തകൾ തുടർന്നും കാണാം. നമസ്കാരം.